അപ്പോൾ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളൊരു വിടവുണ്ടായിരിക്കുന്നു. അത് പാകിസ്ഥാനീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതാണ് കാര്യം. ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ചിത്രം പൂർണ്ണമായി കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങും. അത് ആഗോളതലത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? അതൊരു വേൾഡ് വാർ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ഇറാനിൽ ഒരുപാട് നഷ്ടങ്ങൾ വരാം, ഇസ്രായേലിന് നഷ്ടങ്ങൾ വരാം. പക്ഷേ കൂടുതൽ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ഇറാനാണ്. കാരണം അവരുടെ ലിമിറ്റഡ് ഫെസിലിറ്റീസാണ്, അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ശരിയല്ല. ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നത് തന്നെ സാങ്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓയിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെങ്ങനെയെങ്കിലും ഇതൊരു സമവായത്തിലെത്തിയാലേ അവർക്ക് മുന്നോട്ട് പോകുകയുള്ളെന്നാണ് ഇറാൻ്റെ ഇത്. അപ്പോൾ അവർക്ക് എത്രമാത്രം ശക്തിയുണ്ടോ, എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടോ, മിസൈൽസ് ഒരുപാടുണ്ട്, പക്ഷേ അതിൽ ശക്തമായിട്ടൊരു ആർമി ഉണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് യുദ്ധം നടന്നാൽ അത് അവസാനം ഇറാൻ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കും. അവരെന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ അഗ്രിമെൻറ്റിന് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ആരും ഇതിൽ ഇടപെടാൻ സാധ്യതയില്ല. റഷ്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനെ, പക്ഷേ അവരൊന്നും ആക്റ്റീവ് ആയിട്ട് വരില്ല. ദേ വിൽ ലീവ് ഇറ്റ് ടു ദ US ആൻഡ് ഇറാൻ ടു വർക്ക് ഔട്ട് സംതിങ്.